السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയരെ, സമകാലത്ത് വാർത്താ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് കലഹങ്ങളും വിഭാഗീയതയും സ്വാർത്ഥ താല്പര്യങ്ങളുമാണ്. ഓരോ വ്യക്തിയും സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഓടുമ്പോൾ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് സ്നേഹവും സഹകരണവും ധാർമ്മിക മൂല്യങ്ങളുമാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏകദേശം 1400 വർഷം പിന്നോട്ട് സഞ്ചരിക്കാം. അന്ന് അറേബ്യയിൽ ഗോത്രമഹിമയുടെയും ചൂഷണത്തിൻ്റെയും ധാർമ്മിക അരാജകത്വത്തിൻ്റെയും ഇരുട്ട് നിറഞ്ഞു നിന്നപ്പോൾ ഒരു സമൂഹം അവിടെ ഉദയം ചെയ്തു. സ്വന്തം താല്പര്യങ്ങളെക്കാൾ ഉപരി സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊണ്ട ഒരു സമൂഹം. അവിടുത്തെ ഓരോ വ്യക്തിയും പ്രവാചകന്റെ വാക്കുകൾ ശിരസ വായിച്ചു. അവരുടെ ജീവിതം തന്നെ ആ സത്യത്തിന് സമർപ്പിച്ചു. ഗർഭപാത്രം കുഞ്ഞുങ്ങളുടെ കബറിടമാകുന്ന ഇക്കാലത്ത് ആട്ടിൻകുട്ടി പാൽ കുടിച്ചിട്ട് മതി കറവയെന്ന് ഉപദേശിച്ചവരുടെ ആലോചനകൾ ചെറിയ നൈമിഷിക സുഖങ്ങൾക്കായി. ഇലാഹിനെ വിസ്മരിക്കുന്ന ലോകത്തിന് ജീവൻ കൈമരത്തിൽ തൂങ്ങിയാടിയാലും സൽപാന്താവിൽ നിന്ന് ഒരടി പിറകിലേക്കില്ലെന്ന് ദൃഢനിശ്ചയമെടുത്തവരുടെ ആലോചനകൾ നിർദ്ദേശിയേക്കും. പ്രവാചകൻ പറഞ്ഞുവല്ലോ, നക്ഷത്ര തുല്യരായ എൻ്റെ സഹാബികളെ ആര് പിന്തുടർന്നാലും നിങ്ങൾക്ക് നേർവഴി ലഭിക്കാൻ ഇത് കാരണമാണ്. ഇരുട്ടനെ നീക്കി വെളിച്ചം നൽകുന്ന നക്ഷത്രങ്ങളെ പോലെ അജ്ഞതയുടെയും അന്ധകാരത്തിന്റെയും കാലഘട്ടത്തിൽ അവർ മാനവരാശിക്ക് വഴികാട്ടികളായി. എന്തുകൊണ്ടാണ് അവരെ നക്ഷത്രങ്ങളോട് ഉപമപ്പെടുത്തിയത്? അവരുടെ ജീവിതം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? അചഞ്ചലമായ വിശ്വാസ സ്ഥിരതയായിരുന്നു അവരെ ഈ രൂപത്തിലേക്ക് എത്തിച്ചത്. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും കടുത്ത എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഓർത്തു നോക്കൂ, അടിമയായിരുന്ന അദ്ദേഹത്തെ മക്കയിലെ മരുഭൂമിയിൽ ചുട്ടുപൊള്ളുന്ന മണലിൽ മലർത്തിക്കിടത്തി വലിയ കല്ല് ശരീരത്തിൽ വെച്ച് നോവിച്ച രംഗം. അപ്പോഴും അഹദ് അഹദ് എന്നായിരുന്നു അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നത്. ഈ വിശ്വാസം എങ്ങാനും ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് സുഖകരമായി ജീവിതം ലഭിക്കുമായിരുന്നു. പക്ഷേ തന്റെ വിശ്വാസത്തിന് വേണ്ടി അദ്ദേഹം പീഡനങ്ങൾ ഏറ്റുവാങ്ങി ഒരടി പിന്നോട്ട് നിന്നില്ല. ത്യാഗസന്നദ്ധരായിരുന്നു അവരുടെ ജീവിതത്തിന്റെ കാതൽ. ഇസ്ലാമിന് വേണ്ടി അവർ തങ്ങളുടെ സമ്പത്തും ജീവിതവും ഉപേക്ഷിക്കാൻ തയ്യാറായി. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്യുമ്പോൾ അവർ തങ്ങളുടെ കച്ചവടങ്ങളും വീടുകളും ഉപേക്ഷിക്കാൻ തയ്യാറായി. മദീനയിലെ അൻസാരി സഹോദരങ്ങളായിരുന്നു പിന്നീട് അവരെ സ്വന്തം വീടുകളിലേക്ക് സ്വാഗതം ചെയ്തത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു എന്ന സമ്പന്നനായ വ്യാപാരിക്ക് സഹായം വാഗ്ദാനം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ചന്തയിലേക്കുള്ള വഴി കാണിച്ചു തരിക എന്നായിരുന്നു. അത്രയധികം ആത്മഭിമാനവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള താല്പര്യം അവർക്കുണ്ടായിരുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അഗാധമായ സ്നേഹവും പൂർണ്ണമായ അനുസരണമാണ് അവരുടെ പ്രധാന ക്വാളിറ്റി. നബിയുടെ ഓരോ വാക്കിനെ പോലും അവർ അതേപടി പിന്തുടർന്നു. നമസ്കരിക്കുന്നതിനിടയിൽ കിബില മാറ്റി കഅബയിലേക്ക് തിരിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ അവർ തിരിച്ചൊന്നും ചോദിക്കാതെ നമസ്കരിക്കുന്നതിനിടയിൽ തന്നെ ദിശ മാറ്റിയില്ലേ? നബിയുടെ ഓരോ വാക്കിനെ പോലും അവർക്ക് ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടായിരുന്നില്ല. കാരണം ആ വാക്ക് അല്ലാഹുവിന്റെ കൽപ്പനയാണെന്ന് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഈ രൂപത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഗാധമായി സ്നേഹിച്ച മഹാനായിരുന്നു. തങ്ങൾ താമസിച്ച സ്ഥലങ്ങളിലൂടെ കടന്നുപോയ വഴികളിലൂടെ തങ്ങളൊരു പ്രത്യേക മരത്തിന് കീഴിൽ ഇറങ്ങിയത് കേട്ടാൽ മഹാൻ ആ മരത്തിന് കീഴിൽ ഇറങ്ങുമായിരുന്നു. അത്രയധികം മുത്തുനബി അവർ സ്വാധീനിച്ചു. ഈ രൂപത്തിൽ ത്യാഗങ്ങളും അടിയുറച്ച വിശ്വാസവും പ്രവാചകനോടുള്ള സ്നേഹമാണ് സഹാബത്തിന് അല്ലാഹുവിന്റെ പ്രീതിക്ക് അർഹരാക്കിയത്. ഈ അനുജരുടെ പാത പിന്തുടർന്ന്
നമ്മുടെ വിശ്വാസം ദൃഢമാക്കാനും ത്യാഗസന്നദ്ധരായി മുന്നോട്ട് പോകാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.